ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീനാസ് ഫുഡ് ആൻഡ് ട്രാവൽ ചാനൽ. അപ്പം നമുക്ക് ഇന്നൊരു പാവയ്ക്ക പുളിശ്ശേരി വയ്ക്കാം. പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലല്ല, അല്ലാതെ ഒരു വെറൈറ്റി എല്ലാം ഞാൻ വയ്ക്കുന്നത്. ആദ്യം നമുക്ക് മഞ്ഞളും മുളക് പൊടിയും ഇട്ട് നല്ലോണം പുരട്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ മാറ്റി വയ്ക്കുക. നല്ലോണം പുരട്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ജോലി നോക്കാം. ഒരു തേങ്ങ, 2 പച്ചമുളക്, വലുതാണെങ്കിൽ 1 മതി, പച്ചമുളക് ഇട്ട് നല്ലോണം മഷി പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് ഈ പാവയ്ക്ക നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അതിനെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിൽ എണ്ണയിലിട്ട് മൂപ്പിക്കണ്ട, ഒന്ന് വഴറ്റിയെടുക്കണം. ആ വെള്ളം കുറച്ചുകൂടെ പോകാനായിട്ട് അത് നമ്മൾ മുറുക്കിയെടുക്കണം. മുറുക്കിയെടുത്തതിന് ശേഷം ഇതിലിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ടെടുക്കാം. എന്നിട്ട് ഇത് ഒരുപാടങ്ങ് മൂക്കണ്ട ഉള്ളി. എന്നിട്ട് അരപ്പ് അതിലെടുത്ത് തട്ടി കൊടുക്കുക. നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മളത് മൂപ്പിച്ച് വെച്ച പാവയ്ക്ക ഒരുപാട് മൊരിക്കണ്ട, ഇങ്ങനെ ഒരുവിധം വാടി വരുമ്പം എടുത്ത് ഇതിൽ കൂടെ തട്ടി കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇട്ടിരുന്നു, പക്ഷെ പോരാതെ വരും. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇടാം. അപ്പോൾ ഇതിലൊന്ന് മൂപ്പിച്ചിങ്ങനെ എടുത്തിട്ട് തൈരൊഴിക്കാം. ഇനി അടുത്തത് നമുക്ക് തൈരൊഴിച്ചു. ഒരു 2-3 കപ്പ് തൈരൊഴിക്കാം, ചെറിയ കപ്പിന്. അവരവരുടെ ആവശ്യമുള്ള അനുസരിച്ച് ഒഴിക്കുക. കുറച്ച് വെള്ളവും ഒഴിക്കുക, എങ്കിലേ ഒന്ന് ലൂസായി കിട്ടുള്ളൂ. ഒന്ന് ലൂസായി ഒരിച്ചിരി ഉപ്പൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത്. ഇത്രയും കട്ടി വേണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൂസ് വെള്ളം ഒഴിക്കാം. ഈ പരുവത്തിലാവും. കുറച്ചുകൂടെ ഇത് തൈരൊക്കെ ഒഴിച്ച് ഒന്ന് ഒരു ക്രീം കളർ വരും. ഇത്തിരി മഞ്ഞൾ കൂടുതലാണെങ്കിൽ തൈരൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ നല്ലത്, പുളി കാണും. എന്നിട്ട് കടുക് താളിച്ചൊഴിക്കുക. ഇത്രയേ ഉള്ളൂ.